വൺസ് അഗെയിൻ എല്ലാവർക്കും സെമസ്റ്റർ 2 സർവേയിങ് 1 പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോഡ്യൂൾ 2 കോമ്പസ് സർവേയിങ്ങിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവസാനത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് പ്രിസ്മാറ്റിക് കോമ്പസിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചും അതിൻ്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ലൈനിൻ്റെ ബിയറിംഗ് എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഡിസ്കസ് ചെയ്തത് കോമ്പസിൽ വരുന്ന സെക്കൻഡ് ടൈപ്പിനെ കുറിച്ചാണ്, ദ സർവേസ് കോമ്പസ്. ആ സർവേസ് കോമ്പസിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ബിയറിങ്ങിനെ കുറിച്ചായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് അതിൻ്റെ കണ്ടിന്യൂവേഷൻ പാർട്ടാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കെയർഫുള്ളായിട്ട് ക്ലാസ്സസ് വാച്ച് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെസിഗ്നേഷൻ ഓഫ് ബിയറിംഗ് ആണ്. അപ്പോൾ ബിയറിങ്ങിനെ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് സിസ്റ്റംസ് യൂസ് ചെയ്തിട്ടാണ്. അതിൽ ആദ്യത്തെ സിസ്റ്റമാണ് വോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം, WCB. അടുത്തതാണ് ക്വാഡ്രൻ്റൽ ബിയറിംഗ് സിസ്റ്റം, QB. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നിവിടെ പഠിക്കാം. അപ്പോൾ ബിയറിങ്സിലെ ഫസ്റ്റ് ഡെസിഗ്നേറ്റഡ് സിസ്റ്റമാണ് വോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം, അതായത് WCB. WCBയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ദ ബിയറിംഗ് ഓഫ് എ ലൈൻ മെഷേർഡ് വിത്ത് റെസ്പെക്ട് ടു മാഗ്നറ്റിക് മെറിഡിയൻ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഈസ് കാൾഡ് മാഗ്നറ്റിക് ബിയറിംഗ് ആൻഡ് ഇറ്റ്സ് വാല്യൂ വേരീസ് ബിറ്റ്വീൻ 0 ഡിഗ്രി ടു 360 ഡിഗ്രി. അപ്പം ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ഒരു ലൈനിൻ്റെ ബിയറിംഗ് അല്ലെങ്കിൽ ആംഗിൾസ് മെഷർ ചെയ്യുന്നത് അതിൻ്റെ മാഗ്നറ്റിക് മെറിഡിയനിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിട്ടായിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ ആംഗിൾസ് മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രിസ്മാറ്റിക് കോമ്പസിൽ അല്ലെങ്കിൽ സർവേസ് കോമ്പസിലൊക്കെ മെഷർ ചെയ്യാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ഡിഗ്രി മുതൽ 360 ഡിഗ്രി വരെയുള്ള വാല്യൂസാണ്. അപ്പോൾ ഇത്രയും ആംഗിൾ നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്മുടെ മാഗ്നറ്റിക് മെറിഡിയനെ ബേസ് ചെയ്തിട്ടാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആംഗിൾസ് അല്ലെങ്കിൽ ബിയറിങ്സ് മെഷർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ദ ക്വാഡ്രൻറ്റ് സ്റ്റാർട്ട് ഫ്രം നോർത്ത് ആൻഡ് പ്രോഗ്രസ് ഇൻ എ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആസ് ദ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ഈസ് 0 ഡിഗ്രി ടു 90 ഡിഗ്രി ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, സെക്കൻഡ് 90 ഡിഗ്രി ടു 180 ഡിഗ്രി, തേർഡ് 180 ഡിഗ്രി ടു 270 ഡിഗ്രി ആൻഡ് അപ് ടു 360 ഡിഗ്രി ഈസ് ഫോർത്ത് വൺ. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനെ 4 ക്വാഡ്രൻസ് ആക്കിയിട്ട് ഡിവിഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോർത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ വാല്യൂസ് പ്രോഗ്രസ് ചെയ്യുന്നത്. നോർത്ത് ഡയറക്ഷനിൽ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിരിക്കും. അതിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിട്ട് പ്രോഗ്രസ് ചെയ്തിട്ട് 90 ഡിഗ്രി റീച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആയി. ദെൻ 90 ഡിഗ്രി ടു 180 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 180 ഡിഗ്രി റീച്ച് ചെയ്യുന്ന സമയത്ത് അത് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആയി. ഇനി തേർഡ് ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത് 180 ഡിഗ്രി മുതൽ 270 ഡിഗ്രി വരെയുള്ള വാല്യൂസ് വരുന്ന ആ ഒരു പോർഷനാണ് തേർഡ് ക്വാഡ്രൻ്റ്. ആൻഡ് ലാസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത് 270 ഡിഗ്രി മുതൽ 360 ഡിഗ്രി വരെ വരുന്ന. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തോടെ തന്നെ അത് ഫിനിഷ് ചെയ്തു അല്ലേ. 0 ഡിഗ്രി എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ആ 0 ഡിഗ്രിയിൽ തന്നെ അത് ഫിനിഷ് ചെയ്തു. അപ്പോൾ ആ ഒരു 270 മുതൽ 360 വരെ വരുന്ന ക്വാഡ്രൻ്റാണ് ഫോർത്ത് ക്വാഡ്രൻ്റ്. ഈ ഒരു ഫുൾ സർക്കിളിനെ നമ്മൾ 4 ക്വാഡ്രൻ്റ് ആക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത് അല്ലേ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അപ്പോൾ അത് ഓരോ ക്വാഡ്രൻറ്റിലും വരുന്ന വാല്യൂസ് മനസ്സിലായോ? ഈ ഒരു വോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ബിയറിങ്സ് എടുക്കുന്നത് നോർത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ്. ആ നോർത്തിൽ നിന്നാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിട്ടാണ് ഓരോ ആംഗിൾസും മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ ബിയറിങ്സ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 0 ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തിട്ട് 360 ഡിഗ്രിയിലാണ് ബിയറിങ്സ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ എടുക്കുന്ന ബിയറിങ്സിനെയാണ് നമ്മൾ വോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഈ ഒരു ഫിഗറിൽ കാണുന്നതാണ് വോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ ഒരു ഫിഗറിൽ ഓരോ ഡയറക്ഷൻസും മാർക്ക് ചെയ്തിട്ടുണ്ട്. നോർത്തിന് ഓപ്പോസിറ്റായിട്ട് സൗത്ത് വരുന്നുണ്ട്, ഈസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഈസ്റ്റിന് ഓപ്പോസിറ്റായിട്ട് വെസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് ഡയറക്ഷൻസിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം അതാണ് ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് ഡയറക്ഷൻസിൻ്റെ ഫോർമേഷനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ പ്രോബ്ലംസ് വരുമ്പോൾ അത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇതിലെ ആദ്യത്തെ ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ വരുന്നതാണ് ഫസ്റ്റ് ക്വാഡ്രൻ്റ്. അതായത് നോർത്തിൽ തുടങ്ങിയിട്ട്, നോർത്തിൽ 0 ഡിഗ്രിയാണ്, നോർത്തിൽ നിന്ന് അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് ഈസ്റ്റിലെത്തുമ്പോൾ 90 ഡിഗ്രി ആവും. ഈസ്റ്റ് ഡയറക്ഷൻ പോയിൻ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അത് 90 ഡിഗ്രിയിലെത്തും. ഈ നോർത്തിൽ തുടങ്ങി ഈസ്റ്റിൽ വരെയുള്ള ആ ഒരു പോർഷനെയാണ് ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത്. അതായത് നോർത്ത് ഈസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറയും. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ്റെ ഇടയിൽ ഒരു എ എന്നുള്ള പോയിൻ്റ് അല്ലെങ്കിൽ AO എന്നുള്ള ഒരു ലൈന് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ബിയറിംഗ് എന്ന് പറയുന്നത് 0 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിലായിരിക്കും. ആക്ച്വലി ഇവിടെ ബിയറിങ്സ് എടുക്കുന്നത് മാഗ്നറ്റിക് നോർത്തിൽ നിന്നാണ്. നോർത്തിനെ കൺസിഡർ ചെയ്തിട്ടാണ് ബിയറിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എ എന്നുള്ള പോയിന്റിലേക്ക് കോമ്പസ് ബൈസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ആ ഒരു സ്റ്റേഷൻ പോയിന്റിൽ ബൈസെക്റ്റ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ നമുക്ക് ഐസ്ലിറ്റും പ്രിസംസൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഗ്രാജുവേറ്റഡ് സർക്കിളിൽ ഉണ്ടാവുന്ന ബിയറിങ്സ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഒരു സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ബിയറിംഗ് എന്ന് പറയുന്നത് 0 ഡിഗ്രിക്കും അതുപോലെ 90 ഡിഗ്രിക്കും ഇടയിലായിരിക്കും. സെക്കൻഡ് ക്വാഡ്രൻറ്റിലേക്ക് വന്നാലോ, ഈസ്റ്റ് സൗത്ത് ക്വാഡ്രൻ്റ് ആണത്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഈസ്റ്റിൽ തുടങ്ങി സൗത്ത് വരെയാണ്. ഈസ്റ്റിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 90 ഡിഗ്രിയാണല്ലേ. ആ 90 ഡിഗ്രിയിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ബിയറിങ്സ് എടുക്കുന്നത്. 90 ഡിഗ്രിയിൽ നിന്ന് സൗത്തിലേക്ക് എത്തുമ്പോൾ 180 ഡിഗ്രി ആംഗിൾ ആവും. അപ്പോൾ ഈ ബിയറിങ്സ് പറയുന്നത് നോർത്ത് ഡയറക്ഷനിൽ വരുന്ന ആംഗിൾസിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നോർത്തിൽ നിന്ന് ഫസ്റ്റ് ക്വാഡ്രൻ്റ് എത്തിയപ്പോഴേക്ക് 90 ഡിഗ്രി ആയി. സെക്കൻഡ് ക്വാഡ്രൻ്റ് കഴിഞ്ഞ് സൗത്ത് ഡയറക്ഷനിലേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് അത് 180 ഡിഗ്രി ആയി. അപ്പോൾ ഈ ഒരു 90 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും ഇടയിൽ ഒരു ലൈന് വരികയാണെങ്കിൽ ആ ലൈനിൻ്റെ ബിയറിംഗ് എന്ന് പറയുന്നത് 90 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും ഇടയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് തേർഡ് ക്വാഡ്രൻറ്റും ഫോർത്ത് ക്വാഡ്രൻറ്റും നോക്കാം. അപ്പോൾ അതിൽ തേർഡ് ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത് നോർത്ത് ഡയറക്ഷനിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനായിട്ട് സൗത്തിലേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്തു അല്ലേ. ആ സൗത്തിലേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് 180 ഡിഗ്രി വരെയാണ് വരുന്നത് ബിയറിങ്സ്. നെക്സ്റ്റ് സൗത്ത് വെസ്റ്റ് ക്വാഡ്രൻ്റ് ആണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് ക്വാഡ്രൻറ്റിൽ സൗത്ത് എന്ന് പറയുന്നത് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് 180 ഡിഗ്രിയാണ്. വെസ്റ്റിലേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് നോർത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനായിട്ട് വരുമ്പോൾ 270 ഡിഗ്രി ആവും. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു ലൈന് വരികയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ബിയറിങ്സ് എന്ന് പറയുന്നത് 180ക്കും 270 ഡിഗ്രിക്കും ഇടയിലായിരിക്കും. ഇനി ലാസ്റ്റ് ക്വാഡ്രൻ്റാണ് ഫോർത്ത് ക്വാഡ്രൻറ്റ്, അതായത് വെസ്റ്റ് നോർത്ത് ക്വാഡ്രൻറ്റ്. അപ്പോൾ ഈ ക്വാഡ്രൻറ്റിലെ ആംഗിൾ വേരിയേഷൻ എന്ന് പറയുന്നത് 270ക്കും അതുപോലെ 360 ഡിഗ്രിക്കും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ വെസ്റ്റ് നോർത്തിൽ ഒരു ലൈന് വരികയാണെങ്കിൽ അതിൻ്റെ ബിയറിംഗ് എന്ന് പറയുന്നത് 270 ഡിഗ്രിക്കും 360 ഡിഗ്രിക്കും ഇടയിലായിരിക്കും. അപ്പോൾ ഈ ഫിഗറിൽ ഓരോ ക്വാഡ്രൻറ്റിൽ വരുന്ന ലൈൻസിൻ്റെയും ബിയറിങ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ആരോസ് യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, കാണുന്നില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വോൾസൾക്കർ ബിയറിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് ബിയറിങ്സ് മെഷർ ചെയ്യുന്നത്. ഇതൊരു വോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിൻ്റെ ആംഗിൾസ് മാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നോർത്ത് ഡയറക്ഷനിൽ 0 ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്ക് 90 ഡിഗ്രി ആയി. സെക്കൻഡ് ക്വാഡ്രൻറ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്ക് 180 ഡിഗ്രി ആയി. തേർഡ് ക്വാഡ്രൻറ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ 270, ലാസ്റ്റ് 360 വരെയാണ് ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിൽ ഒരു ലൈനിൻ്റെ ബിയറിങ്സ് നമ്മൾ എടുക്കുന്നത് നോർത്ത് ഡയറക്ഷൻ, അതായത് മാഗ്നറ്റിക് നോർത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിട്ടാണ് ആംഗിൾസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്വാഡ്രൻറ്റിലും വരുന്ന ലൈൻസിൻ്റെ ബിയറിങ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി അടുത്ത സിസ്റ്റമാണ് ക്വാഡ്രൻറ്റ് ബിയറിംഗ് സിസ്റ്റം, അതായത് QB. ഇൻ ദിസ് സിസ്റ്റം ദ ബിയറിംഗ് ഓഫ് സർവേ ലൈൻസ് ആർ മെഷേർഡ് വിത്ത് റെസ്പെക്ട് ടു നോർത്ത് ലൈൻ ഓർ സൗത്ത് ലൈൻ, വിച്ച് എവർ ഈസ് ദ നിയറസ്റ്റ് ടു ദ ഗിവൺ സർവേ ലൈൻ ആൻഡ് എയ്തർ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓർ ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇവിടെ ക്വാഡ്രൻ്റൽ ബിയറിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ബിയറിങ്സ് എടുക്കുന്നത് ഒന്നെങ്കിൽ നോർത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും എടുക്കാം, അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും എടുക്കാം. അതുപോലെ തന്നെ സൗത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ബിയറിങ്സ് എടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ വോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിൽ മാഗ്നറ്റിക് നോർത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടായിരുന്നു
മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നത്, നോർത്തിനെ മാത്രം. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരുന്നു ബിയറിങ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇവിടെ നേരെ മറിച്ചാണ് വരുന്നത്. ഇവിടെ നമ്മൾ നോർത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ബിയറിങ്സ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൗത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടും സെയിം വേ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ബിയറിങ്സ് എടുക്കുന്നുണ്ട്. The bearing of lines which fall in first and fourth quadrant are measured with respect to north line is nearer than south line, and bearing of line fall in second and third quadrants are measured from south line as south is the nearer line. The survey's compass measured the bearing of lines in the quadrant system. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും അതുപോലെ തന്നെ ഫോർത്ത് ക്വാഡ്രൻറ്റിലും ഓരോ ലൈൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബിയറിങ്സ് ആണ് നമുക്ക് എടുക്കാനുള്ളത്. അതെങ്ങനെ നമുക്ക് ഈ ക്വാഡ്രൻറ്റ് ബിയറിംഗ് സിസ്റ്റം വെച്ചിട്ട് എടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റിലെയും ഫോർത്തിലെയും ബിയറിങ്സ് നമ്മൾ എടുക്കുന്നത്, ഈ ക്വാഡ്രൻ്റൽ ബിയറിംഗ് സിസ്റ്റം വെച്ച് എടുക്കുന്നത് മാഗ്നറ്റിക് നോർത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടായിരിക്കും. അതായത് നോർത്തിൽ നിന്ന് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ബിയറിങ്സ് എടുക്കും. അത് ഫോർത്ത് ക്വാഡ്രൻറ്റിലാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ബിയറിങ്സ് മാർക്ക് ചെയ്യും. ഇനി സെക്കൻഡും തേർഡും ക്വാഡ്രൻസിലാണ് ലൈന് വരുന്നതെങ്കിൽ, അതായത് സർവേ ചെയ്യാനുള്ള ലൈന് വരുന്നതെങ്കിൽ നമ്മൾ സൗത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടായിരിക്കും ബിയറിങ്സ് എടുക്കുന്നത്. അപ്പോൾ നോർത്തിന് ഓപ്പോസിറ്റ് സൗത്ത് ഉണ്ടല്ലേ, ആ സൗത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടായിരിക്കും സെക്കൻഡും തേർഡും ക്വാഡ്രൻറ്റിൽ വരുന്ന സർവേ ലൈൻസിനെ നമ്മൾ ബിയറിങ്സ് മെഷർ ചെയ്യുന്നത്. ഇതിൽ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ് വരുന്നതെങ്കിൽ സൗത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ബിയറിങ്സ് എടുക്കുന്നത്. അതുപോലെ തേർഡ് ക്വാഡ്രൻ്റ് ആണ് വരുന്നത് വെച്ചാൽ സൗത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ബിയറിങ്സ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം ക്വാഡ്രൻറ്റ് ബിയറിംഗ് സിസ്റ്റത്തിൽ വരുന്നുണ്ട്, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ക്വാഡ്രൻറ്റ് ബിയറിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ബിയറിങ്സ് എടുക്കാൻ യൂസ് ചെയ്യുന്നത് സർവേസ് കോമ്പസ് ആണ്. അപ്പോൾ ഈ സർവേസ് കോമ്പസ് വെച്ചിട്ടാണ് നമ്മൾ ക്വാഡ്രൻ്റ് സിസ്റ്റത്തിൽ ബിയറിങ്സ് മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഇനി അതിലൊരു റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. When the whole circle bearing of a line is converted into quadrantal bearing, it is termed as reduced bearing. Thus, the reduced bearing is similar to the quadrantal bearing. Its value lies between 0 degree to 90 degree, but the quadrant should be mentioned for proper designation. ഈ റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ വോൾ സർക്കിൾ ബിയറിങ്ങിൽ നിന്ന് ഒരു ക്വാഡ്രൻ്റൽ ബിയറിങ്ങിലേക്ക് വാല്യൂസിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഓരോ ക്വാഡ്രൻറ്റിലും വരുന്ന റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്ന് പറയുന്നത് 0 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും. അപ്പോൾ ഓരോ ക്വാഡ്രൻറ്റിലെയും ബിയറിങ്സ് മാർക്ക് ചെയ്യുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന ഡെസിഗ്നേഷൻ, ഓരോ ക്വാഡ്രൻറ്റിൻ്റെയും ഡെസിഗ്നേഷൻ മെൻഷൻ ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഇതാണ് റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇതൊരു ക്വാഡ്രൻ്റൽ ബിയറിംഗ് സിസ്റ്റത്തിലെ റെഡ്യൂസ്ഡ് ബിയറിംഗ് കാണിച്ചിരിക്കുകയാണ്. അതിൽ 4 ക്വാഡ്രൻസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് ക്വാഡ്രൻറ്റ്, സൗത്ത് ഈസ്റ്റ് ക്വാഡ്രൻറ്റ്, സൗത്ത് വെസ്റ്റ് ക്വാഡ്രൻറ്റ്, നോർത്ത് വെസ്റ്റ് ക്വാഡ്രൻറ്റ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ക്വാഡ്രൻറ്റിൽ ആംഗിൾസ് അല്ലെങ്കിൽ ബിയറിങ്സ് വരുന്നത് 0 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടൊരു സർവേ ലൈൻ ഉണ്ടെങ്കിൽ അവിടുത്തെ ബിയറിങ്സ് എങ്ങനെ എടുക്കുക എന്ന് വെച്ചാൽ നോർത്ത് ഡയറക്ഷൻ മുൻനിർത്തി നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ബിയറിങ്സ് മെഷർ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഉണ്ടാകുന്ന ബിയറിങ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ നോർത്ത് ഫസ്റ്റ് എന്നുള്ള ഒരു സിമ്പൽ കൊടുത്ത് അതിനുശേഷം ബിയറിങ് എത്രയാണോ, എത്ര ആംഗിളാണോ വരുന്നത് അത് എഴുതിയതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഈസ്റ്റ് എന്ന് കൂടി കാണിക്കണം. അപ്പം ഒരു 30 ഡിഗ്രി ആംഗിളാണ് വരുന്നതെന്ന് വെച്ചാൽ എൻ 30 ഡിഗ്രി ഈസ്റ്റ് എന്ന് കാണിച്ചാൽ മതി, എന്ന് റെപ്രസെൻ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് സൗത്ത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ബിയറിങ്സ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇനി സൗത്ത് ഈസ്റ്റ് ക്വാഡ്രൻറ്റിലേക്ക് വരുമ്പോൾ അതിലൊരു സർവേ ലൈൻ ഉണ്ട്, അവിടുത്തെ ബിയറിങ്സ് ആണ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്വാഡ്രൻ്റൽ ബിയറിംഗ് സിസ്റ്റത്തിൽ സൗത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടായിരിക്കും സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരുന്ന ഒരു ബിയറിങ്സ് കണ്ടുപിടിക്കുന്നത് അല്ലേ.
ഇവിടെ സൗത്ത് ഡയറക്ഷൻ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് 0 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു സർവേ ലൈൻ വരികയാണെങ്കിൽ ബിയറിങ്സ് എടുക്കേണ്ടത് സൗത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടായിരിക്കണം. ഒരു എക്സാമ്പിളായിട്ട് സൗത്തിൽ 30 ഡിഗ്രി ആംഗിളിലാണ് ഒരു ബിയറിംഗ് ലൈന് വരുന്നത്, ഒരു ലൈന് വരുന്നത്. അതിനെങ്ങനെ നമുക്ക് എഴുതാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സൗത്ത് ഡയറക്ഷനിലാണ് തുടങ്ങുന്നത്, അതുകൊണ്ട് എസ് എന്നുള്ള സിമ്പിൾ ആദ്യം ഇടുക. എന്നിട്ട് 30 ഡിഗ്രി അതെവിടെ അവസാനിക്കുന്നത്? ഈസ്റ്റിലേക്കാണല്ലേ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിട്ട് ഈസ്റ്റിലേക്കാണ് പോകുന്നത്, ആ ക്വാഡ്രൻ്റ് അവസാനിക്കുന്നത്. അപ്പോൾ സൗത്ത് 30 ഡിഗ്രി ഈസ്റ്റ് എന്നാണ് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരുന്ന ഒരു സർവേ ലൈനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനിയൊരു സൗത്ത് വെസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് സർവേ ലൈൻസ് വരുന്നതെങ്കിൽ നമ്മളവിടെ ബിയറിങ്സ് എടുക്കുന്നത് സൗത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ സൗത്ത് എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. അവിടെ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുമ്പോൾ തേർഡ് ക്വാഡ്രൻറ്റിൽ അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് ക്വാഡ്രൻറ്റിൽ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഒരു 30 ഡിഗ്രിയിലാണ് സർവേ ലൈൻ വരുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ റെപ്രസെൻ്റ് ചെയ്യാന്ന് വെച്ചാൽ സൗത്ത് 30 ഡിഗ്രി വെസ്റ്റ്, ഈ രീതിയിലാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വാഡ്രൻ്റ് വരുന്നത് നോർത്ത് വെസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. അതിലെങ്ങനെ ബിയറിങ് മെഷർ ചെയ്യാന്ന് വെച്ചാൽ നോർത്തിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിട്ടാണ് നമ്മൾ ബിയറിങ്സ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ 30 ഡിഗ്രിയിലാണ് സർവേ ലൈന് വരുന്നതെങ്കിൽ നോർത്ത് 30 ഡിഗ്രി വെസ്റ്റ് എന്നുള്ള രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഓരോ ക്വാഡ്രൻറ്റിലും വരുന്ന റെഡ്യൂസ്ഡ് ബിയറിംഗ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ്. അപ്പോൾ അതിൽ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഈ ഒരു സ്ലൈഡിൽ ഒരു ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതൊരു കൺവേർഷൻ ചാർട്ടാണ്. അതായത് വോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിൽ നിന്ന് റെഡ്യൂസ്ഡ് ബിയറിങ്ങിലേക്ക് വാല്യൂസിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു ചാർട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 4 കേസാണ് ഈ ചാർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. കേസ് 1, കേസ് 2, കേസ് 3, കേസ് 4. ഓരോ കേസും ഉദ്ദേശിക്കുന്നത് ക്വാഡ്രൻ്റ് ആണ്. അതിൽ ഓരോ കേസിൽ വരുന്ന WCBയുടെ വാല്യൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ ആയിരുന്നു. സെക്കൻഡ് കേസിൽ അല്ലെങ്കിൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ 90 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെ ആയിരുന്നു WCB വരുന്നത്. തേർഡ് ക്വാഡ്രൻറ്റിലാവുമ്പോൾ 180 ഡിഗ്രി ടു 270 ഡിഗ്രി വരെയാണ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ വരുമ്പോൾ WCBയുടെ വാല്യൂ 270 ഡിഗ്രി ടു 360 ഡിഗ്രി വരെയാണ്. അപ്പോൾ ഓരോ വാല്യൂസിനെയും ഇതിൽ വരുന്ന ഓരോ ക്വാഡ്രൻറ്റിൽ വരുന്ന വാല്യൂസിനെയും നമുക്ക് എങ്ങനെ റെഡ്യൂസ്ഡ് ബിയറിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതാണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് കേസ് 0 ഡിഗ്രി ടു 90 ഡിഗ്രി, അത് WCBയുടെ വാല്യൂ ആണ് 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ. ഈ ഒരു വാല്യൂസിൻ്റെ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മുടെ സർവേ ലൈൻ വരുന്നതെങ്കിൽ അതിൻ്റെ റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 30 ഡിഗ്രിയിലാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വാല്യൂ വരുന്നതെങ്കിൽ അതിൻ്റെ WCB വാല്യൂ ആണ് 30 ഡിഗ്രി. അപ്പോൾ അതിനെ RBയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാവുമ്പോൾ WCBക്ക് ഈക്വൽ ആയിരിക്കും RB. അപ്പോൾ RBൻ്റെ വാല്യൂ എന്ന് പറയുന്നതും 30 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ റെഡ്യൂസ്ഡ് ബിയറിംഗ് പറയുമ്പോൾ ആ ക്വാഡ്രൻറ്റിൻ്റെ പ്രോപ്പർ ഡെസിഗ്നേഷനും കൂടിയും പറയണം. അപ്പോൾ എങ്ങനെയാണ് പറയുക? നോർത്ത് 30 ഡിഗ്രി ഈസ്റ്റ് എന്നാണ് പറയുക. ഇനി അടുത്തത് സെക്കൻഡ് കേസ് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് കേസിൽ WCBയുടെ വാല്യൂ വരുന്നത്, അതായത് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ WCBയുടെ വാല്യൂ 90 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും ഇടയിലായിരിക്കും. സോ ഈ ഒരു ആംഗിളിന് ബിറ്റ്വീനാണ് നമ്മുടെ ലൈന് വരുന്നതെങ്കിൽ, സർവേ ലൈന് വരുന്നതെങ്കിൽ അവിടെ എങ്ങനെയാണ് റെഡ്യൂസ്ഡ് ബിയറിംഗ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഇക്വേഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. 180 മൈനസ് WCB. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 90 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും ഇടയിൽ വരുന്ന ഒരു ആംഗിൾ എടുക്കുക, 120. ആ 120 ആംഗിളിനെ നമുക്ക് റെഡ്യൂസ്ഡ് ബിയറിംഗ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെ റെഡ്യൂസ്ഡ് ബിയറിംഗിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. 180 ഡിഗ്രി മൈനസ് WCB. അപ്പോൾ 180 ഡിഗ്രി മൈനസ് WCBയുടെ സ്ഥാനത്ത് 120 കൊടുക്കുക. അപ്പോൾ അവിടെ ആൻസറായിട്ട് എത്ര വരുന്നത്? 60 ഡിഗ്രി ആണല്ലേ. ആ 60 ഡിഗ്രിയാണ് റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റെഡ്യൂസ്ഡ് ബിയറിംഗിൽ ആ ക്വാഡ്രൻറ്റിൻ്റെ ഡെസിഗ്നേഷനും കൂടിയും പറയണം. അപ്പം നമുക്ക് എങ്ങനെ പറയാം? സൗത്ത് 60 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇനി നമുക്ക് തേർഡ് ക്വാഡ്രൻ്റ് ഒന്ന് നോക്കാം. അതിൽ WCBയുടെ വാല്യൂ വരുന്നത് 180 ഡിഗ്രി മുതൽ 270 ഡിഗ്രി വരെയാണ്.
അപ്പോൾ ആ ഒരു ആംഗിൾസിന് ബിറ്റ്വീനായിട്ടാണ് നമ്മുടെ സർവേ ലൈൻ വരുന്നതെങ്കിൽ അവിടെ എങ്ങനെയാണ് റെഡ്യൂസ്ഡ് ബിയറിംഗ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, WCB മൈനസ് 180 ഡിഗ്രി. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 180 ഡിഗ്രിക്കും 270 ഡിഗ്രിക്കും ഇടയിൽ വരുന്ന ഒരു ആംഗിൾ 200 കൺസിഡർ ചെയ്യുക. അപ്പോൾ അതാണ് അവിടുത്തെ WCB എന്ന് പറയുന്നത്, 200 ആണ് WCB. അതിനെ നമുക്ക് റെഡ്യൂസ്ഡ് ബിയറിംഗിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ പറഞ്ഞു WCB മൈനസ് 180 ആണെന്ന്. അപ്പോൾ ഇക്വേഷനിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് WCBയുടെ വാല്യൂ കൊടുക്കുക. WCBയുടെ വാല്യൂ എന്ന് പറയുന്നത് 200 ആണ്, മൈനസ് 180. അപ്പോൾ എത്ര ആൻസർ കിട്ടുന്നത്? 20 ഡിഗ്രിയാണല്ലേ. ആ 20 ഡിഗ്രിയാണ് ഇവിടുത്തെ റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്ന് പറയുന്നത്. അതിനെ പ്രോപ്പറായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുകയാണെങ്കിൽ സൗത്ത് 20 ഡിഗ്രി വെസ്റ്റ് എന്ന് കാണിക്കണം. ഇനി ലാസ്റ്റ് കേസ് പറയാം. WCBയിൽ ലാസ്റ്റ് ക്വാഡ്രന്റ് വരുന്നത് 270 ഡിഗ്രിക്കും അതുപോലെ 360 ഡിഗ്രിക്കും ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും അല്ലേ. ഒരു ലൈന്, സർവേ ലൈന് വരുന്നത് ഈ ഒരു രണ്ട് ആംഗിൾസിനും ഇടയിലാണെങ്കിൽ നമുക്ക് എങ്ങനെ റെഡ്യൂസ്ഡ് ബിയറിംഗ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ റെഡ്യൂസ്ഡ് ബിയറിംഗ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്, 360 ഡിഗ്രി മൈനസ് WCB. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു 300 ഡിഗ്രിയാണ് നമുക്ക് WCB കിട്ടുന്നത്. അത് 4th ക്വാഡ്രന്റിലാണ് വരുന്നത്, സർവേ ലൈന് വരുന്നത് 4th ക്വാഡ്രന്റിലാണ്. അപ്പോൾ അതിൻ്റെ റെഡ്യൂസ്ഡ് ബിയറിംഗ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ 360 ഡിഗ്രി മൈനസ് WCB. നമുക്ക് WCB കിട്ടിയിട്ടുണ്ട്, 300 ആണെന്ന് അറിയാം. അത് എക്സാമ്പിളായിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ 360 ഡിഗ്രി മൈനസ് 300 അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 60 ഡിഗ്രി ആണല്ലേ. അപ്പോൾ അതിൻ്റെ ക്വാഡ്രൻറ്റ് ഡെസിഗ്നേറ്റ് ചെയ്യുകയാണെങ്കിൽ നോർത്ത് 60 ഡിഗ്രി വെസ്റ്റ്, ഇങ്ങനെയാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചാർട്ടിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇനി അടുത്ത കൺവേർഷൻ ചാർട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൺവേർഷൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് റെഡ്യൂസ്ഡ് ബിയറിങ്ങിൽ നിന്നും വോൾ സർക്കിൾ ബിയറിങ്ങിലേക്കുള്ള ഒരു കൺവേർഷനാണ്. അതിലും 4 കേസസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. റെഡ്യൂസ്ഡ് ബിയറിംഗ് ഇൻ ക്വാഡ്രൻറ്റും കൊടുത്തിട്ടുണ്ട്, നോർത്ത് ഈസ്റ്റ് ക്വാഡ്രൻറ്റ്, സൗത്ത് ഈസ്റ്റ് ക്വാഡ്രൻറ്റ്, സൗത്ത് വെസ്റ്റ് ക്വാഡ്രൻറ്റ്, നോർത്ത് വെസ്റ്റ് ക്വാഡ്രൻറ്റ്, അങ്ങനെ 4 ക്വാഡ്രൻ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ വരുന്ന ഓരോ റെഡ്യൂസ്ഡ് ബിയറിങ്ങിൻ്റെയും വാല്യൂസ് നമുക്ക് എങ്ങനെ ഒരു വോൾ സർക്കിൾ ബിയറിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ ടേബിളിൽ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് കൺസിഡർ ചെയ്തു, നോർത്ത് ഈസ്റ്റ് ക്വാഡ്രൻറ്റ്. നോർത്ത് ഈസ്റ്റ് ക്വാഡ്രൻറ്റിലെ വോൾ സർക്കിൾ ബിയറിങ്ങിൽ ആംഗിൾ വരുന്നത് ഏതൊക്കെയാണ്? 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെയാണല്ലേ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റ് ക്വാഡ്രൻറ്റിലെ ബിയറിങ്സ് നമുക്ക് വോൾ സർക്കിൾ ബിയറിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഈക്വൽ ആയിരിക്കും റെഡ്യൂസ്ഡ് ബിയറിങ്ങിന് തന്നെ. വോൾ സർക്കിൾ ബിയറിംഗ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ബിയറിങ്ങിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ്സ് മീൻസ് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നോർത്ത് 30 ഡിഗ്രി ഈസ്റ്റ്, ഇതാണ് റെഡ്യൂസ്ഡ് ബിയറിംഗ് വരുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ. അപ്പോൾ ഈ വാല്യൂവിനെ നമുക്ക് WCBയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, ആ 30 ഡിഗ്രിയാണ് വോൾ സർക്കിൾ ബിയറിങ്ങിൻ്റെ ബിയറിംഗ് എന്ന് പറയുന്നത്. അതിൽ ഡെസിഗ്നേഷൻസ് ഒന്നും കൊടുക്കണ്ട. നേരത്തെ നമ്മൾ നോർത്ത് ഈസ്റ്റ് കൊടുത്തിരുന്നു റെഡ്യൂസ്ഡ് ബിയറിങ്ങിൻ്റെ കേസിൽ. അങ്ങനെയുള്ള ഡെസിഗ്നേഷൻസ് ഒന്നും ഇവിടെ പ്രൊവൈഡ് ചെയ്യണ്ട. ഇനി നമുക്ക് അടുത്ത ക്വാഡ്രൻറ്റ് നോക്കാം, സൗത്ത് ഈസ്റ്റ് ക്വാഡ്രൻറ്റ്. സൗത്ത് ഈസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. അവിടെ നമ്മൾ എങ്ങനെയായിരുന്നു റെഡ്യൂസ്ഡ് ബിയറിംഗ് എടുത്തിരുന്നത്? സൗത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടായിരുന്നു അല്ലേ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈസ്റ്റിലേക്കായിരുന്നു ബിയറിങ്സ് എടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ ബിയറിങ്സ് വരുന്നത് സൗത്ത് ഈസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ നമുക്കതിനെ വോൾ സർക്കിൾ ബിയറിങ്ങിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഇനി ഇക്വേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, WCB = 180 ഡിഗ്രി മൈനസ് RB. അപ്പോൾ ഇവിടെ 180 ഡിഗ്രിന്ന് നമുക്ക് റെഡ്യൂസ്ഡ് ബിയറിംഗ് മൈനസ് ചെയ്താൽ നമുക്ക് ഇവിടുത്തെ വോൾ സർക്കിൾ ബിയറിംഗ് കിട്ടും. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സൗത്ത് 30 ഡിഗ്രി ഈസ്റ്റ്, ഈ വാല്യൂവിനെ നമുക്ക് എങ്ങനെ വോൾ സർക്കിൾ ബിയറിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാം? അപ്പോൾ ഇവിടുത്തെ RBയുടെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ WCB = 180 ഡിഗ്രി മൈനസ് റെഡ്യൂസ്ഡ് ബിയറിംഗ്. അപ്പോൾ ഇവിടുത്തെ റെഡ്യൂസ്ഡ് ബിയറിങ്ങിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 30 ഡിഗ്രി അല്ലേ. അപ്പോൾ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ 150 ഡിഗ്രി എന്ന് കിട്ടും. അതാണ് ഇവിടുത്തെ വോൾ സർക്കിൾ ബിയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വോൾ സർക്കിൾ ബിയറിംഗ് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആകുമ്പോൾ
അതിൻ്റെ വാല്യൂസ് 90 ഡിഗ്രിക്കും അതുപോലെ 180 ഡിഗ്രിക്കും ഇടയിലായിരിക്കും അല്ലേ. നമുക്ക് 150 ആണ് കിട്ടിയത്. അതുകൊണ്ട് 90 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും ഇടയിലാണ് 150. ഇനി നമുക്ക് തേർഡ് ക്വാഡ്രൻറ്റും ഫോർത്ത് ക്വാഡ്രൻറ്റും നോക്കാം. തേർഡ് ക്വാഡ്രൻറ്റ് സൗത്ത് വെസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ബിയറിങ്സ് എടുക്കുന്നത് സൗത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണല്ലേ. അപ്പോൾ ഈ സൗത്ത് വെസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള ബിയറിങ്സിനെ നമുക്ക് എങ്ങനെ WCBയിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതും നോക്കാം. അപ്പോൾ ഇവിടെ ഇക്വേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. WCB ഈസ് ഈക്വൽ ടു റെഡ്യൂസ്ഡ് ബിയറിംഗ് പ്ലസ് 180. WCBയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ റെഡ്യൂസ്ഡ് ബിയറിങ്ങിൻ്റെ കൂടെ 180 ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ കിട്ടുന്ന WCBയുടെ വാല്യൂ എന്ന് പറയുന്നത് 180 ഡിഗ്രിക്കും അതുപോലെ തന്നെ 270 ഡിഗ്രിക്കും ഇടയിലായിരിക്കും. അപ്പോൾ ഇനി നമുക്കൊരു എക്സാമ്പിൾ പറയാം. സൗത്ത് 30 ഡിഗ്രി വെസ്റ്റ്, ഇതാണ് ഒരു റെഡ്യൂസ്ഡ് ബിയറിംഗ് വരുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ WCBയിലേക്ക് കൺവേർട്ട് ചെയ്യാം? അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണല്ലേ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് WCB ഈസ് ഈക്വൽ ടു RB റെഡ്യൂസ്ഡ് ബിയറിംഗ് പ്ലസ് 180. റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ് പ്ലസ് 180. അപ്പോൾ അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 210 കിട്ടും. അപ്പോൾ ഈ 210 ആണ് ഈ ഒരു റെഡ്യൂസ്ഡ് ബിയറിങ്ങിൻ്റെ വോൾ സർക്കിൾ ബിയറിംഗ് എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് ക്വാഡ്രൻ്റ് ആണ് നോർത്ത് വെസ്റ്റ്. അതിൽ എങ്ങനെയാണ് കൺവേർഷൻ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. WCB ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി മൈനസ് റെഡ്യൂസ്ഡ് ബിയറിംഗ്. അതായത് 360 ഡിഗ്രിയിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റെഡ്യൂസ്ഡ് ബിയറിംഗ് എത്രയാണോ അത് മൈനസ് ചെയ്താൽ നമുക്ക് അവിടുത്തെ വോൾ സർക്കിൾ ബിയറിംഗ് കിട്ടും. അങ്ങനെ കിട്ടുന്ന വോൾ സർക്കിൾ ബിയറിങ്ങിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് 270 ഡിഗ്രിക്കും അതുപോലെ 360 ഡിഗ്രിക്കും ഇടയിലായിരിക്കും. ഇതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. നോർത്ത് 30 ഡിഗ്രി വെസ്റ്റ്, ഇതിനെങ്ങനെയാണ് WCBയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി മൈനസ് റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണല്ലേ. ആ 30 ഡിഗ്രി മൈനസ് ചെയ്യാം. അപ്പോൾ 330 ഡിഗ്രി എന്ന് കിട്ടും. അതാണ് അവിടുത്തെ വോൾ സർക്കിൾ ബിയറിംഗ് എന്ന് പറയുന്നത്. ഈ രണ്ട് കൺവേർഷൻ ചാർട്ടും ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം എക്സാംസിന് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്.